ശ്രീ കെ ബി ഹർഗവരുടെ മരണശേഷം RSSന്റെ സർസംഘചാലക്, കേട്ടിട്ട് ബേജാറാവേണ്ട, അഖിലേന്ത്യാ മുതലാളി എന്ന മലയാളം ടീച്ചർ അങ്ങനെയാ പറയാ. ഡിവൈഎഫ്ഐക്ക് സെക്രട്ടറി, പ്രസിഡന്റ്, ജോയിന്റ് സെക്രട്ടറി, വൈസ് പ്രസിഡന്റ്, ട്രഷറർ അങ്ങനെയൊക്കെ ഉണ്ട്. കോൺഗ്രസിനുണ്ട് ഭരണഘടനയിൽ ഉടുമുണ്ട് ഊരമ്മൽ ഉണ്ടാവില്ല എന്നുള്ളതുകൊണ്ട് ഉണ്ണിത്താൻ സമ്മതിക്കായിട്ട നടത്താറില്ല തെരഞ്ഞെടുപ്പ്. മുസ്ലിം ലീഗിലുണ്ട് ഭരണഘടനയിൽ, പക്ഷെ അത് നടത്താറില്ല, നടത്തേണ്ട ആവശ്യം വരാറില്ല. മുസ്ലിം ലീഗിന്റെ കമ്മിറ്റി കൂടുക, 5 വീതം ചെറുപ്പക്കാർ ബിരിയാണി അടിക്കുക, 3.5 വീതം വയസ്സന്മാർ ബിരിയാണി ആക്കുക, 8-10 ഗ്ലാസ് വെള്ളം കുടിക്കുക, വയസ്സന്മാർ 3 വീതവും ചെറുപ്പക്കാർ 1.5 വീതവും ഏമ്പക്കം വിടുക, തീരുമാനം തങ്ങൾക്കും വിടുക. അത് ഉണ്ടാവാറ്. ഇവിടെ തെരഞ്ഞെടുക്കുന്നതില്ല, പക്ഷെ ഭരണഘടനയിലുണ്ട്. RSSന് ഒഴിച്ച് ബാക്കിയുള്ള പ്രസ്ഥാനങ്ങൾക്കെല്ലാം ഭരണഘടനയിൽ സെക്രട്ടറി, പ്രസിഡന്റ്, ജോയിന്റ് സെക്രട്ടറി അങ്ങനെയൊക്കെ ഉണ്ട്. RSSന് ആ വിധമൊന്നുമില്ല. ഉണ്ട് ചിലത്. മുഖ്യ ശിക്ഷക്, മുക്കാത്ത ശിക്ഷക്, പ്രാന്തകാര്യവാഹ്, വടിവാൾജി, കൊടുവാൾജി, കുന്തവാഹ്ജി അങ്ങനെ പെട്ട നാളെ ചത്തോയി ഒരുത്തൻ അതിൽപ്പെട്ട ഒന്നാ ഈ മനോജ്. എന്താ മുഖ്യ ശിക്ഷകോ മുക്കാത്ത ശിക്ഷകോ ഏതോ ഒരുത്തൻ. മുക്കിയാലും മുക്കിയില്ലെങ്കിലും സംഗതി തീർന്നല്ലോ, അതോടെ നിൽക്കട്ടെ, ഞാൻ സമയം പിന്നെ പറയാം. ഇങ്ങനെയാണ് RSSന്റെ സ്ഥാനപ്പേരുകൾ. RSSന്റെ അഖിലേന്ത്യാ അധിപൻ എന്നതിന്റെ പേരാണ് സർസംഘചാലക്. ലോകത്ത് ഇതുപോലെ സ്ഥാനം സ്വീകരിച്ച ഒരു പ്രസ്ഥാനമേ ഉള്ളൂ, ഒരു നേതാവേ ഉള്ളൂ. ആ പ്രസ്ഥാനത്തിന്റെ പേര് നാസി പാർട്ടി എന്നാണ്. നേതാവിന്റെ പേര് അഡോൾഫ് ഹിറ്റ്ലർ എന്നാണ്. അഡോൾഫ് ഹിറ്റ്ലർ സ്വയം എടുത്തണിഞ്ഞ പേര് ഫ്യൂറർ എന്നാണ്. ജർമ്മൻ ഭാഷയിൽ ഫ്യൂറർ എന്ന് പറഞ്ഞാൽ ഞാൻ തന്നെ മുന്തിയ മുതലാളി എന്നാണ് അർത്ഥം. അതുതന്നെയാണ് RSSന്റെ സർസംഘചാലക്. RSS മലയാളം പറയുന്നത് ഇഷ്ടമുള്ള പാർട്ടിയല്ല. ദേവഭാഷയാണ് ഞങ്ങൾക്ക് ഇഷ്ടം, അത് സംസ്കൃതമാണ്. ഇല്ലെങ്കിൽ രാഷ്ട്രഭാഷയാണ് ഞങ്ങൾക്ക് താല്പര്യം, അത് ഹിന്ദിയാണ്. തിടുങ്ങിപ്പോയാൽ ഞങ്ങൾ മാതൃഭാഷയെ പറയൂ, മലയാളം, അതിലപ്പുറത്തേക്ക് ഞങ്ങൾക്ക് ഇഷ്ടമല്ല. RSSന്റെ താത്വിക ഗ്രന്ഥമാണ് വിചാരധാര. അതിന്റെ 135-ാമത്തെ പേജിൽ ഇങ്ങനൊരു പരാമർശമുണ്ട്, അത് ഞാൻ നിങ്ങളോട് പറയാം. വൈദേശികാധിപത്യത്തോടൊപ്പം കൃത്രിമമായി അടിച്ചേൽപ്പിക്കപ്പെട്ടതാണ് ആംഗലേയ ഭാഷ, ഇംഗ്ലീഷ് അങ്ങനെ പറയാം, എന്നതുകൊണ്ട് അത് നാം കുടഞ്ഞെറിഞ്ഞിരിക്കുക എന്ന് പറഞ്ഞാൽ ബ്രിട്ടീഷുകാരെ ഓടിച്ചു കളഞ്ഞതുകൊണ്ട് ഈ അപമാനത്തിന്റെ അടയാളം കൂടി അടിയന്തരമായി മാറ്റുകളയണം, ഇംഗ്ലീഷ് പാടില്ല എന്നാണ് ഗുരുജി ഗോൾവാൾക്കർ വിചാരധാരയിൽ എഴുതിയത്. ഇയാൾ എഴുതിയ പുസ്തകത്തിന്റെ പേര് നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ? ബെഞ്ച് ഓഫ് തോട്ട്സ്. ഇംഗ്ലീഷിലാണ്. എന്താന്നതിലപ്പുറം തെളിവ് വേണ്ടല്ലോ, പോട്ടെ. ഞങ്ങൾക്ക് ഇംഗ്ലീഷ് പറയാൻ കൂടിയില്ല, എനിക്ക് ഇംഗ്ലീഷ് അറിയില്ല, സാമാന്യ വിവരമേ ഉള്ളൂ. പക്ഷെ നമ്മുടെ നാട്ടിൽ എളുപ്പത്തിന് ആളുകൾ ഇംഗ്ലീഷൊക്കെ ചേർത്ത് പറയും. എന്റെ നാട്ടിലെ 87 വയസ്സുള്ള മാധവിയമ്മ, അവരുടെ മകൻ രാമൻകുട്ടി, അയാളുടെ മകൻ പ്രശാന്ത് പെണ്ണ് കണ്ടപ്പം പെണ്ണിന്റെ നാട്ടുകാര് അന്വേഷിച്ച് ഈ പയ്യൻ എന്താ പണിയെന്ന് ചോദിച്ചത് മാധവിയമ്മയോട് എന്നെ ആയിപ്പോയി. മാധവിയമ്മ പറഞ്ഞു, ബാസ്ക്കറ്റിന്റെ മൂട്ടിൽ ഹെഡ് ഫിറ്റ് ചെയ്ത് ഫൗണ്ടേഷൻ വലിയ പയ്യനാ കുണ്ടന് പണിയും. മണ്ണ് കൊട്ടയെ കൊണ്ടുപോയി പുരത്തറ നിറക്കിയാന്നാ പറഞ്ഞതിന്റെ മലയാളം. മാധവ്യമ്മ 87, സംസ്കൃതമല്ല, ഇംഗ്ലീഷാ പറയുന്നത്. അപ്പൊ നമ്മളത് മോശമാക്കേണ്ട കാര്യമില്ല. മാത്രമല്ല, അത് മതി വെച്ചുകൂട്ടണ്ട. മാത്രമല്ല, ഇംഗ്ലീഷ് പറയാതെ നമുക്ക് ജീവിക്കാനാവില്ല. ഇവിടെ കതിരൂരിൽ RSS ഉണ്ടെങ്കിൽ ഞങ്ങൾ ചോദിക്കട്ടെ, ഇംഗ്ലീഷ് പറയില്ല, മലയാളമേ പറയൂ, സംസ്കൃതമേ പറയൂ, ഹിന്ദിയെ ഏറിപ്പോയാ പറയൂ എന്ന് ചടിച്ചാൽ നാളെ രാവിലെ എണീറ്റ് പല്ല് തേക്കാൻ എടുക്കുന്ന പേസ്റ്റിന് മലയാളം പറഞ്ഞു നോക്ക്, 1.5 ദിവസം പണി ലീവാവും. മലയാളം അത്ര ഉണ്ട്. രാവിലെ കയറുന്ന ബസ്സിൽ കയറിയിട്ട് കണ്ടക്ടറെ അത് ഒച്ചുണ്ടാക്കണ അവധി അവധി അത് മതി, നീ അത് കുരുത്തത്തിലാണല്ലോ, ഒന്നും കാണിക്കണ്ട. ബസ് കയറിയിട്ട് കണ്ടക്ടറെ എന്നൊന്ന് മലയാളത്തിൽ വിളിച്ചു നോക്ക്, കൂത്തുപറമ്പിലെത്തിയ നിൽക്കൂ വിളി, അത്ര നീള. ഞാൻ കോളേജ് പഠിക്കുമ്പോൾ എന്റെ മലയാള അധ്യാപകൻ ഇംഗ്ലീഷിലുള്ള എല്ലാറ്റിനും മലയാളം പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. നല്ല പണ്ഡിതനായിരുന്നു അദ്ദേഹം. അക്കൂട്ടത്തിൽ അദ്ദേഹം പറഞ്ഞു, പ്ലാറ്റ്ഫോം ടിക്കറ്റിന് മലയാളം ഉണ്ട്. പ്ലാറ്റ്ഫോം ടിക്കറ്റ്, വണ്ടി കയറ്റാൻ ആള് കൂടെ പോകുമ്പോൾ അയാൾ എടുക്കുന്ന 5 റുപ്യന്റെ ടിക്കറ്റാ ഈ സാധനം, പ്ലാറ്റ്ഫോം ടിക്കറ്റ്. ഞാൻ ചോദിച്ചു, എന്താ സാർ? അഗ്നിശകട വിരാമസ്ഥാന പ്രവേശക പത്രിക. അമ്മേ, ഇതാ ഇതിന്റെ മലയാളം. അഗ്നിശകടം എന്ന് പറഞ്ഞാൽ തീ കൊണ്ട് ഓടുന്ന വണ്ടി. ഇപ്പോഴാണല്ലോ കരണ്ടും ഡീസലും ഒക്കെ ആയത്. അന്ന് അഗ്നിശകടം തീവണ്ടി. വിരാമസ്ഥാനം വന്നു നിൽക്കുന്ന സ്ഥലം, അതാ പ്ലാറ്റ്ഫോം. പ്രവേശക പത്രിക, അങ്ങോട്ട് കടക്കാനുള്ള കടലാസിന്റെ കണ്ടം, അതിന്റെ പേരാപ്പത്. ഇവിടെ തലശ്ശേരിയിൽ ഇന്ന വണ്ടി കയറ്റാൻ വരുന്ന ഒരു സഖാവ് അവിടെ ചെന്നിട്ട് ഞാൻ RSS ആണ്, ഒരു RSS ആണെന്ന് വിചാരിക്കുക, സഖാവ് അല്ലാത്തവരാണെന്ന് വിചാരിക്കുക.
ഞാൻ RSS ആണ്, ഇംഗ്ലീഷ് പറയില്ല, മലയാളയെ പറയൂ, എനിക്കൊരു അഗ്നി ശകട വിരാമസ്ഥാനം അവിടുന്ന് പറഞ്ഞ അട്ടൂലേ അവിടെ 3.5 ഉറുപ്പ്യന്റെ സാധനത്തെ 3/4 മണിക്കൂർ ചെലയോ? എന്താ നിങ്ങൾ മനസ്സിലാക്കിയത്? അപ്പൊ അതുകൊണ്ട് മലയാളം പറയാത്തത് RSS ബോധപൂർവമാണ്. മനുഷ്യന് തിരിയുന്ന ഭാഷയിൽ പറയില്ല. എന്താ കാരണം? മനുഷ്യന് തിരിയുന്ന ഭാഷയെ പറഞ്ഞാൽ മക്കള് കൂടെ ഉണ്ടാവില്ല. 99 എന്റെ നാട്ടിലൊരു അനുഭവം ഉണ്ടായി. ക്ഷമിക്കണം, 2005 RSS അധികാരത്തിൽ പോയി ഒരു കൊല്ലായിട്ടേ ഉള്ളൂ. ഞാനൊരു പാർട്ടി പരിപാടിയൊന്നും ഇല്ലാത്തത് കൊണ്ട് നേരത്തെ ഒരു 7-8 മണിക്ക് എന്റെ അങ്ങാടിയിൽ ഇറങ്ങി. ഒരു ചെറിയ അങ്ങാടിയാണ്. നോക്കുമ്പോൾ ഒരു 40 RSSകാർ അപ്പുറത്ത് ഇപ്പുറത്തൊരു 4 DYFIക്കാർ മുടിഞ്ഞ കച്ചറയും ബഹളം. എടാ പോടാ, അടി പിടി, എന്തൊക്കെയോ ബഹളം. ഞാൻ ഇറങ്ങുമ്പോഴായി ബഹളം. എന്റെ അങ്ങാടി നമ്മുടെ പാർട്ടിക്ക് സ്വാധീനമില്ലാത്ത സ്ഥലമാണ്. RSSന്റെ ലീഗിന്റെ ഒക്കെ നായാട്ടാണ് അവിടെ. ചെന്നപ്പോ ഇതാ രംഗം. ഞാൻ DYF യൂണിറ്റ് സെക്രട്ടറി ഇപ്പുറത്തേക്ക് വിളിച്ചു ചോദിച്ചു, എന്താണോ ബഹളം? അപ്പൊ എന്നോട് പറഞ്ഞു, അവരുടെ പോസ്റ്റിൽ നമ്മുടെ ബോർഡ് കെട്ടിയിട്ടുണ്ട്, അത് അഴിക്കണം, ഇല്ലെങ്കിൽ അടിക്കുന്ന ഇതാ ബഹളം. ഞാനന്ന് DYFയുടെ ജില്ലാ സെക്രട്ടറിയാ കോഴിക്കോട്. ഞാൻ പറഞ്ഞു, തെറ്റല്ലേ അത്? അവരുടെ പോസ്റ്റിൽ നമ്മുടെ ബോർഡ് കെട്ടുന്നത് എന്തിന്റെ പേരിലാണെങ്കിലും അംഗീകരിക്കാൻ കഴിയില്ല, അഴിച്ചു കളാം. അപ്പൊ സഖാവിനോട് നിങ്ങൾ എന്തറിഞ്ഞിട്ടാ പറയണത്? അവരുടെ പോസ്റ്റ് എന്നാണ്. അവർ കുഴിച്ചിട്ട കാലല്ല, ടെലിഫോൺ പോസ്റ്റാ. ഓൻ വിചാരിച്ച് ഗവൺമെന്റ് ഓന്റെ അച്ഛന്റെ പോസ്റ്റ് എന്നാ. ഇത് കേന്ദ്ര ഗവൺമെന്റിന്റെ ആണല്ലോ ടെലിഫോൺ പോസ്റ്റ്. അതുകൊണ്ടാ നിങ്ങളെന്ത് വർത്താനാ പറയുന്നത് സഖാവേ? ഞാൻ പറഞ്ഞു, സാരമില്ല, എന്തെങ്കിലും ആവട്ടെ, അഴിക്കാൻ പറയാം. ആകെ പ്രശ്നമായി. ഞാനെന്താ വെച്ചാൽ ഞാനൊരു ഉത്തരവാദപ്പെട്ട നേതാവല്ലേ. ഒരങ്ങാടി അലമ്പുണ്ടാവുന്നതാണോ പ്രോത്സാഹിപ്പിക്കേണ്ടത്? അല്ല. മാത്രമല്ല, ഞാനും കൂടി ചേർന്ന 5 ഉള്ളൂ, അപ്പുറത്ത് 40-ലധികം ആളുണ്ട്. ഒരു പ്രശ്നം പരിഹരിക്കാൻ ഞാൻ RSSന്റെ നേതാവ് ജനാർദ്ദനോട് പറഞ്ഞു, ജനാർദ്ദന, പോസ്റ്റ് ടെലിഫോണാണ്, നിങ്ങളെ സ്വന്തമൊന്നല്ല, എന്നാലും ശരി, ഒരു അക്രമം ഉണ്ടാകണ്ട, പ്രശ്നം ഒഴിവാക്കണല്ലോ, ഞങ്ങൾ അയച്ചു തരാം. അപ്പൊ ജനാർദ്ദന് ടോപ്പ് ഗിയറിൽ വീണു. ന്യൂട്രലാ നിന്നത്, ക്ലച്ച് ചവിട്ടാതെ ടോപ്പ് ഗിയറിൽ വീണതാ. മൂപ്പർക്ക് ഒരു ആവേശമായി. അയച്ചാലും ചവിട്ടും, അയച്ചില്ലെങ്കിലും തല്ലു. അമ്മേ, പിന്നെന്തോ കാട്ടാൻ കഴിയുമോ? ഞാൻ പാർട്ടി ഓഫീസിന്റെ മറവിലേക്ക് 5 സഖാക്കൾ, ഞാനടക്കം 5 ആളേ ഉള്ളൂ, സഖാക്കളെ വിളിച്ചു പറഞ്ഞു, ഏതായാലും പുഴുകാൻ പറ്റുന്നല്ല, ലേശം നേരത്തെ കുത്താൻ എടുക്കണം എന്നാ തോന്നുന്നത്, ഇവര് സമ്മതിക്കണ ഭാഗമില്ല. അപ്പൊ സഖാക്കൾ പറഞ്ഞു, ഞങ്ങൾ അന്നേരെ പറഞ്ഞില്ലേ, നിങ്ങൾ വന്നിട്ടല്ലേ ഇത് തണുപ്പിച്ച്. നോക്കുമ്പോൾ പാർട്ടി ഓഫീസിന്റെ ബോർഡിന്റെ അടുത്തുള്ള പട്ടിയൊക്കെ ചവിട്ടി മുറിച്ച് 3.5 ഫൂട്ട് നീളത്തിലാക്കി. തല്ലാൻ അതാ പാകം നീളം. RSS അറിയാമില്ല. ആ 3.5 ഫൂട്ട് നീളത്തിലുള്ള പട്ടി കയറ്റ് 4-5 ആളേ ഉള്ളൂ. ഞങ്ങൾക്ക് എന്ത് പേടിക്കാനാ? 40 ആളുണ്ടായിട്ട് ഇവിടുന്ന് ഓടാൻ കഴിയും. പണ്ടൊരു ചെറിയ പറഞ്ഞിട്ട്, അച്ഛൻ ഒരൊറ്റ മുണ്ടാ വാങ്ങി തന്നത്, അരമണി ചുറ്റി കൊടുത്തിട്ട്, പിന്നെ അയലിന്റെ അടുത്ത് നായ അടിച്ചുകൊണ്ടോ നോക്കാണ്ടോ? ആരോട് ചോദിക്കാൻ? ഞാൻ ലോക്കൽ സെക്രട്ടറിയെ വിളിച്ചു പറഞ്ഞു, അനുശോചന യോഗത്തിലുള്ള ഏർപ്പാടുണ്ടാക്കി, ഇവിടെ ഒരു ഏർപ്പാടുണ്ട്. ഞങ്ങൾ അടി തുടങ്ങി. ആരെ പേടിക്കാനാ? അടി തുടങ്ങിയപ്പോഴാണ് RSSന് മനസ്സിലായത്, അടി എന്ന് പറഞ്ഞാൽ സഹകരണ ബാങ്കിൽ അപേക്ഷ കൊടുത്ത് വാങ്ങുകയല്ല, കിട്ടുമ്പോൾ വാങ്ങിയേക്കാൻ പറ്റിയതാണ് എന്ന് മനസ്സിലായി. കാരണം ഞങ്ങൾ മുടിഞ്ഞ കല്ലാണ്, ഒന്നും പേടിക്കാനില്ല. RSSന്റെയും ഞങ്ങളെയും തമ്മിലുള്ള സംഘടന കാണാൻ ലീഗും കോൺഗ്രസും ഒക്കെ അങ്ങനെ ഊരിയക്കോലായി പിടിച്ചു നിൽക്കുക. കുറച്ചടി അങ്ങ് കഴിഞ്ഞ് 2-3 മിനിറ്റ് കഴിഞ്ഞപ്പോൾ RSSന് മനസ്സിലായി, അടി കനത്തതാണ്, രക്ഷപ്പെടുകയേ മാർഗമുള്ളൂ. അപ്പൊ RSSന്റെ നേതാവ് ജനാർദ്ദനൻ ഊരക്കൊന്നൊരു ബസ്സിലെടുത്തൊരു ഒറ്റ വിളിയ, എന്നിട്ട് സംസ്കൃതത്തിലൊരു കമാൻഡ. സർവൈക്കുട്ടിയാജി ഇങ്ങനെ പൂരിയക്കൊലായി പിടിച്ച് തൂങ്ങി നിൽക്കുക, കടാവിൽ ഇലക്ട്രിക് ലൈനിലുള്ള കുടിയമായിരുന്നു. മൂപ്പര് പറഞ്ഞു, RSSന്റെ നേതാവ് എന്തോന്ന് പറഞ്ഞിക്കണ്, സംസ്കൃതത്തിലാണ്, ഇനിയിപ്പം കിട്ടും പ്രേമനാഥിനൊക്കെ. ഒരു ആവേശത്തില. എന്താ RSS നേതാവ് ജനാർദ്ദനൻ പറഞ്ഞറിയാം? അണികൾക്കുള്ള കമാൻഡ് കൽപ്പന യഥാ കർമ്മേണ ക്ഷിപ്ര ചലോ. അതതിന്റെ മലയാളം എന്നറിയോ? യഥാ കർമ്മേണ പറഞ്ഞ അവനാന്റെ കഴിവിനനുസരിച്ച്, ക്ഷിപ്ര ചലോ എന്ന് പറഞ്ഞ പോരേൽക്ക് മുറുക്കി വണ്ടിക്കോടി നാടിന്റെ മക്കളെയെന്ന. മനസ്സിലായോ? ഇതാണ് RSS. നേരെ നിന്ന് നെഞ്ചൂക്കോടെ പൊരുതേണ്ടിടത്തെല്ലാം മുറുക്കി വീട്ടിലേക്ക് മണ്ടിയ ചരിത്രമാണ് RSSനുള്ളത്. തല്ല് കിട്ടുമ്പം മുട്ടുകാല് പിന്നിലാക്കാതെ വണ്ടിക്കോ എന്ന് പറഞ്ഞാൽ കുട്ടികളെ കിട്ടുമോ? ഇല്ല. അതുകൊണ്ടോ യഥാ കർമ്മേണ ക്ഷിപ്രച്ചലോ. കേൾക്കണോ വിചാരിക്കുന്നതോ അടവാന്ന. അതുകൊണ്ട് RSS ഇങ്ങനെയേ സംസാരിച്ചിട്ടുള്ളൂ. മനുഷ്യന് മനസ്സിലാവാത്ത ഭാഷയിൽ സംസാരിക്കുക, മനുഷ്യന് ഗുണപരമല്ലാത്ത രീതിയിൽ മാത്രം പ്രവർത്തിക്കുക എന്നത് ലോക ഫാസിസത്തിന്റെ മുഖമുദ്രയാണ്. ലോക ഫാസിസത്തിന്റെ കണ്ണാടി പ്രതിബിംബമാണ് RSS. ദർപ്പണ പതിപ്പാണ് BJP, ഫോട്ടോസ്റ്റാറ്റാണ് സംഘപരിവാരം. അതുകൊണ്ട് ഇന്ത്യ രാജ്യത്തും അവരങ്ങനെ തന്നെയാണ് പ്രവർത്തിക്കുക എന്ന് ചുരുക്കം. ഞാൻ അതിന്റെ വിശദാംശങ്ങളിൽ പോണില്ല.